ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഒഴിച്ചുകറിയായ പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അതിനായി ഒരു പൈനാപ്പിൾ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് 1/4 ഭാഗം പുളിശ്ശേരിക്കായും ബാക്കി നമുക്ക് കഴിക്കാനായും മാറ്റിവെച്ചു. ഒരു ഇഞ്ച് വലിപ്പത്തിൽ 1/2 കപ്പോളം പൈനാപ്പിൾ പീസുകളാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഗ്യാസിലേക്ക് പാൻ വെച്ച് പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് മെൽറ്റ് ആകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പീസുകൾ ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരി ആയിരുന്നു ഇടേണ്ടിയിരുന്നത്, പക്ഷേ കാന്താരി എനിക്ക് കിട്ടാഞ്ഞത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തത്. 1-2 പ്രാവശ്യം ഇങ്ങനെ അടച്ചു വെച്ച് പൈനാപ്പിൾ പീസ് നമുക്ക് നെയ്യിൽ വേവിച്ചെടുക്കാം. പൈനാപ്പിൾ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുമ്പോഴേക്കും നമുക്കൊരു ചെറിയ പീസ് ശർക്കര കൂടെ ഇട്ട് കൊടുക്കാം. പുളിശ്ശേരിയിൽ മധുരവും ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ ശർക്കരയൊന്ന് പൈനാപ്പിളിലേക്ക് ബ്ലെൻഡായി വരുന്നിടം വരെ നമുക്കൊന്ന് കാത്തിരിക്കാം. അപ്പോഴേക്കും ഒരു മിക്സി ജാറിലേക്ക് ഒരല്പം ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരം കൂടെ ഇട്ട് നന്നായി അരച്ചെടുക്കാം. ഒരല്പം വെള്ളമൊഴിച്ച് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. പുളിശ്ശേരിയുടെ അരപ്പ് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ച് മിക്സിയുടെ ജാറിലുള്ള മുഴുവൻ അരപ്പും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊന്ന് തിളച്ച് വരുമ്പോഴേക്കും മിക്സിയുടെ ജാറിലേക്ക് ഒരു 150 ml തൈരും കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അരപ്പ് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായി ചൂടാറിയതിന് ശേഷം പാനിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓണാക്കി മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3-4 ചുവന്നുള്ളി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 5-6 സെക്കൻഡ് നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരി ഒഴിച്ചു കൊടുക്കാം. പുളിശ്ശേരി തിളയ്ക്കാനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. തൈര് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ഒരു ചൂടാകുമ്പോഴേക്കും തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ സദ്യക്കുള്ള ചെറിയ മധുരവും പുളിയുമുള്ള കുറുകിയ പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.